കഴിഞ്ഞ ദിവസം ആണ് ഓണം ബമ്പർ വിജയിയെ പ്രഖ്യാപിച്ചത്. പാലക്കാട് നിന്ന് വിറ്റ 5778.25 എന്ന ടിക്കറ്റിനായിരുന്നു സമ്മാനം. ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയിലെ തങ്കരാജാണ് ഈ ടിക്കറ്റ് പാലക്കാട് നിന്ന് വാങ്ങിയത്. തുടർന്ന് ഭഗവതി ഏജൻസിയുടെ വൈറ്റില ശാഖയിൽ നിന്ന് ലോട്ടറി ഏജന്റായ ലതീഷാണ് ഈ ടിക്കറ്റ് വിറ്റത്. CMRL കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് ബിആർ ഗവായിയും ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനും ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി. H. വെങ്കിടേഷാണ് പ്രത്യേക സംഘത്തെ നയിക്കുക. വിഷയത്തിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് SP കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഓണം ബമ്പർ ലോട്ടറി ഒന്നാം സമ്മാനമായ 25 കോടി അടിച്ചത് ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത് S. നായർ. കൊച്ചി നെട്ടൂരിൽ പെയിന്റ് കട ജീവനക്കാരനാണ്. ഓഫീസിലേക്ക് പോകുന്ന വഴിയിലാണ് ലതീഷിന്റെ ലോട്ടറി കട. അതുകൊണ്ടാണ് അവിടെ നിന്ന് ലോട്ടറി എടുത്തത് എന്ന് ശരത് S. നായർ പറയുന്നു. ശൈത്യകാല ഷെഡ്യൂളിൽ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ താൽക്കാലിക വെട്ടിക്കുറവ് മാത്രമാണ് വരുത്തിയതെന്നും പലതും തിരിച്ചുകൊണ്ടുവരുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകി. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്ന തീരുവകൾക്ക് പിന്നിൽ ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണെന്ന് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഏതൊരു കരാറിനും മുമ്പ് ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ചുവപ്പുവരകൾ മാനിക്കപ്പെടണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യയുമായുള്ള 4 ദിവസത്തെ യുദ്ധത്തിൽ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ അസാധാരണമാംവിധം മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ. ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിൽ SPR ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരിയാണ് ഏറ്റവും പുതിയ അവകാശവാദം ഉന്നയിച്ചത്. പാക് കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന സമാനമായ ചില പ്രസ്താവനകളുടെ തുടർച്ചയാണ്. സുപ്രീം കോടതിക്കുള്ളിൽ വെച്ച് ചീഫ് ജസ്റ്റിസ് ബിആർ ഗവായിക്ക് നേരെ നടന്ന ആക്രമണത്തെ ശക്തമായി അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പ്രവൃത്തിയെ അപലപനീയമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇത് ഓരോ ഇന്ത്യക്കാരനെയും രോഷാകുലരാക്കിയെന്നും എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു. ചീഫ് ജസ്റ്റിസിനോട് സംസാരിച്ചെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. 2 ഘട്ടമായിട്ടാണ് വോട്ടിംഗ്. നവംബർ 6-നും 11-നും 14-ന് ഫലം അറിയാം. എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. ആം ആദ്മി പാർട്ടി തുടക്കമിട്ട് കഴിഞ്ഞു. കോൺഗ്രസും RJDയും BJPയും ഉൾപ്പെടുന്നതാണ് ഇന്ത്യ സഖ്യം. BJPയും JDUവും ഉൾപ്പെടുന്നതാണ് NDA. ഇരുപക്ഷത്തും ചെറിയ കക്ഷികളുമുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സുതാര്യവും സുരക്ഷിതവും ലളിതവുമായ തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന വേളയിലാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടുതൽ മാറ്റങ്ങളും ഇത്തവണ കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു.